നമ്മുടെ ഗൾഫ് രാജ്യമായ ബഹ്റിനിൽ ഒരു മലയാളി വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ്. അദ്ദേഹം 82 വയസ്സ് നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം 47 വർഷമായിട്ട് ഈ കട നടത്തുകയും അതിൽ നല്ല സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരുപാട് തന്നെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത് 60 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ കടയിലുള്ളത്. ഇത് അദ്ദേഹം പകുതി വിലയ്ക്ക് 30 ലക്ഷത്തിന്, ഇന്ത്യൻ മണി 30 ലക്ഷത്തിന് നൽകാൻ തയ്യാറാണ്. അപ്പോൾ ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യമെന്ന് പറയുന്നത് ഗൾഫിലെ തന്നെ ഏറ്റവും സ്വാതന്ത്ര്യം കൂടിയ രാജ്യമാണ്. ടൂറിസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്ന്. കൂടാതെ കൺസ്ട്രക്ഷൻ ധാരാളമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖല അവിടെ വളരെയധികം ഫ്ലറിഷ്ഡാണ്. അപ്പോൾ അദ്ദേഹം വിജയകരമായി 47 വർഷം ഇത് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് അനുഭവപരിചയത്തിലാണ് വരുന്നത്. ഇത് അറിയാവുന്ന ആൾക്കാരും ഉണ്ട്. ആ മലയാളീസും കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു സംരംഭമാണ്, ഇതെടുത്ത് നടത്തി കഴിഞ്ഞാൽ ഇത് വൻ വിജയമാകുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഇത് ഏറ്റെടുത്ത് നടത്താൻ പറ്റിയെങ്കിൽ അതുപോലൊരു ഉപകാരമായി മാറും. പിന്നെ ഏകദേശം 9 വിസയോളം നമുക്ക് അവിടെ കിട്ടും. അപ്പോഴങ്ങനെ 9 ആൾക്കാരെ കൂടി നമുക്കവിടെ കൊണ്ടുപോകാൻ സാധിക്കും എന്നതുകൂടി എൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ഒരു ബിസിനസ്, സംരംഭകർക്ക് ബിസിനസ് നടത്താൻ പറ്റിയ അനുയോജ്യമായ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ബഹ്റിൻ എന്ന രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഈ കട എന്ന് പറയുന്നത് പ്ലംബിംഗ് സംബന്ധമായ, കൺസ്ട്രക്ഷനിലെ പ്ലംബിംഗ് സംബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ് വിൽക്കുന്ന കടയാണ്. ഇവിടെ ഉള്ള സ്റ്റോക്കാണ് പറഞ്ഞത്. ഇന്ത്യൻ മണി 60 ലക്ഷത്തിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. ഇതാണ് അദ്ദേഹം 30 ലക്ഷത്തിന് തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നതും. ഓക്കെ.